All of you read the question. A square is drawn on the altitude of an equilateral triangle of side 2 meters. What is the area of the square? What is the altitude of the triangle? Read the question once again and tell me what you have understood and what we need to find out. Yes, we have a equilateral triangle with us and an altitude is drawn on the equilateral triangle and a square is drawn on the altitude, isn't it? So this will be our square. Then, and the equilateral triangle have side 2 meters. I hope all of you know the property of equilateral triangle. Equilateral triangle മൂന്ന് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഒരു സൈഡ് 2 മീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡ്സും എന്തായിരിക്കും? 2 മീറ്റർ ആയിരിക്കും. Okay. So let's name the equilateral triangle as ABC and the square as ADEF. Okay. And ചോദ്യം നോക്കിക്കേ. നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം, ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഈ ഫിഗറിൽ നോക്കിയിട്ടെന്ന് പറഞ്ഞേ, ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ആരാണ്? കറക്റ്റ്, സ്ക്വയറിന്റെ ഒരു സൈഡാണ് അല്ലേ? അപ്പം നമുക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? നമുക്ക് സ്ക്വയറിന്റെ ഒരു സൈഡും കണ്ടുപിടിക്കണം, സ്ക്വയറിന്റെ ഏരിയയും കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ. ആൻഡ് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഓൾട്ടിറ്റ്യൂഡ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്നും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എ എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന എന്ത് തരത്തിലുള്ള ലൈനാ? കറക്റ്റ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി കട്ട് ചെയ്യണം, അതേപോലെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കണം. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ധാരണ കിട്ടിയല്ലോ. അങ്ങനെയാണ് എന്റെ ചോദ്യം. എന്താണ് ബി ഡി, എന്താണ് സി ഡി? ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ മൂന്ന് സൈഡ്സ് എ ബി, ബി സി, എ സി എന്ന് പറയുന്ന 2 മീറ്റർ ആയിരിക്കും. ഇനി പറയാമോ ബി ഡി ആൻഡ് സി ഡി എത്രയായിരിക്കും എന്ന്? കറക്റ്റ്, ഇറ്റ്സ് 1 മീറ്റർ ആൻഡ് 1 മീറ്റർ ഈച്ച്. കാരണം എ ഡി എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? സ്ക്വയറിന്റെ ഏരിയ ആണോ അതോ ഓൾട്ടിറ്റ്യൂഡ് ആണോ? ഓൾട്ടിറ്റ്യൂഡ് അതായത് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതാണല്ലോ സ്ക്വയറിന്റെ സൈഡ്. എന്നാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സ്ക്വയറിന്റെ. സോ ഫസ്റ്റ് വി ഫൈൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ. ആൻഡ് ഹൗ? നന്നായിട്ട് പിക്ചർ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ പറയാം. ആദ്യം ഓൾട്ടിറ്റ്യൂഡിന്റെ പേരെന്ന് പറഞ്ഞേ. എ ഡി അല്ലെ? ഈ എ ഡി എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാ പിക്ചർ തന്നെ ഉണ്ട്. ഓക്കെ, ഒരു ക്ലൂം കൊടുത്തരാം. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ 2 ട്രയാങ്കിൾ ആക്കിയല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ 2 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഗുഡ്, റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് നോക്കിക്കേ, അതിന്റെ പേരെന്താ? എ ബി ഡി. അതിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? അതിനകത്ത് വരുന്ന ഒരു സൈഡാണോ എ ഡി എന്ന് പറയുന്നത്? അതെ. ഇനി എന്തൊക്കെ തന്നിരിക്കുന്നു പറഞ്ഞേ? ആ ട്രയാങ്കിളിന്റെ എ ബി എന്ന് പറഞ്ഞ സൈഡ് 2 മീറ്റർ, ബി ഡി എന്ന് പറഞ്ഞ സൈഡ് 1 മീറ്റർ, എ ഡി അറിയത്തില്ല. ഇനി എങ്ങനെയായിരിക്കും എ ഡി കണ്ടുപിടിക്കാൻ പോവാ? ഇൻ ട്രയാങ്കിൾ ABD, AB equal to 2 meter, BD equal to 1 meter. ഈ AB എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? ABD എന്ന് പറഞ്ഞ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്. ഗുഡ്. വാട്ട് അബൌട്ട് BD? കറക്റ്റ്, ബേസ് അല്ലേ? സോ by using Pythagoras theorem, what you can say? Hypotenuse square equal to base square plus height square. And replace each of the values you know. Hypotenuse square becomes 2 square. Base square becomes 1 square. And height square is height square itself. So, what will be height square? 2 square minus 1 square. And
So what will be height square then? 4 minus 1, and that is 3. So height square becomes 3. What will be height? Square root of 3. ഇനി ഈ ഹൈറ്റ് എന്താ? പേരെന്താ ഈ ഹൈറ്റിന്റെ? AD, അല്ലെങ്കിൽ അത് നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആയിരുന്നു അല്ലെ? ഈ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന്റെ ആരാണ്? സൈഡ് ആണ്. സോ we got the altitude of the triangle, that is side of square, as square root of 3 meter. Okay, so നമുക്കപ്പോൾ ഒരെണ്ണം കിട്ടി, സ്ക്വയറിന്റെ സൈഡ് കിട്ടി. What about the area of square? ADEF. അതിന്റെ ഫോർമുല ഒന്ന് പറഞ്ഞേ. Side into side, and here what is side? Root 3, that is root 3 into root 3. And what is that? Square root of 9, and that is 3 square meter, isn't it? So we got the area of square as 3 square meter. And what was the second question? Altitude of the triangle, that we found first, and that is AD, which we got as root 3 meter. And this is the answer for our question. And we can also replace root 3 as 1.732 meter. Okay. Okay, now let's discuss another problem. What are the lengths of the other two sides of the triangle shown below? This is your question. You have a triangle. Then there is only one side is given with 2 meter length. Two angles are given, and that are 30 degree and 60 degree. And we are asked to find the length of other two sides. ഈ ട്രയാങ്കിളിന് രണ്ട് സൈഡും കൂടെ ഉണ്ടല്ലോ, അതിന്റെ ലെങ്തും കൂടെ കണ്ടുപിടിക്കണം. അതാണ് ഈ ചോദ്യത്തിൽ നിന്ന് ചോദ്യം പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ഇതെങ്ങനെയാ ചെയ്യുക എന്ന്? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ? ഓക്കെ, എല്ലാം നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലം ഒന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ പ്രോബ്ലം ഓർക്കുന്നുണ്ടോ? ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ ഫിഗർ താഴെ കാണുന്നത്. അതില് ട്രയാങ്കിൾ ABD, ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നു. ആൻഡ് ബൈ പൈതഗോറസ് തിയറം we find the length of AD as, yes, correct, square root of 3, isn't it? Now in triangle ABD, angle D, what is angle D? Correct, 90 degree. What is angle B? Can you tell me? Okay, I will give a clue. Triangle ABC ഒരു equilateral triangle ആയിരുന്നു. അപ്പോൾ equilateral triangleന്റെ ഓരോ ആംഗിളും എത്രയാണ്? യെസ്, 60 ഡിഗ്രി വെച്ചാണ്. അപ്പോൾ ആംഗിൾ B എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ഒരു ആംഗിൾ ആണല്ലോ. അപ്പോൾ ആംഗിൾ B എത്രയായിരിക്കും? 60 degree. The reason is in an equilateral triangle all angles are equal and are equal to 60 degree. So what about angle BAD? BAD is this angle. What will be angle BAD? Okay, let's find out. Okay, triangle ABD നോക്കിയേ. നിങ്ങൾക്ക് ട്രയാങ്കിളിലെ ആംഗിൾസിന്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും അറിയാവോ? കറക്റ്റ്. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസ് കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? സോ ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരെന്താ? ആംഗിൾ സം പ്രോപ്പർട്ടി. സോ ഇൻ ട്രയാങ്കിൾ ABD, ആംഗിൾ BAD പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ D must be equal to 180 degree. ഇനി അറിയാവുന്നൊക്കെ റീപ്ലേസ് ചെയ്തു. We don't know angle BAD, and angle B is 60 degree, angle D is 90 degree, and this becomes 180 degree. Again, angle BAD plus, yes, 150 degree equal to 180 degree. What will be angle BAD?
Correct. 180 degree minus 150 degree. And how much? Yes, it will be 30 degree. So we got this angle as 30 degree, isn't it? So what we got? This is 90 degree, this is 60 degree, and this is 30 degree, isn't it? So നമ്മുടെ ഈ ട്രയാങ്കിൾ ഒരു 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. ഇനി അതിന്റെ സൈഡ്സിന്റെ പ്രത്യേകത നോക്കിക്കേ. 1, 2 and this side we find out as √3. So എന്ത് പറയാം? Can you relate this angle and the sides of this triangle? Yes, and we find out that the sides of this triangle are 1, √3 and 2. Okay. ഇനി അത് നല്ലോണം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതല്ലേ 1 മീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് √3. അതുപോലെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 2 മീറ്റർ. സോ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി ആംഗിൾ ഈസ് 1 മീറ്റർ ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി ആംഗിൾ ഈസ് √3 മീറ്റർ ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി ആംഗിൾ ഈസ് 2 മീറ്റർ, isn't it? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അടുത്ത വർഷം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പ്രോബ്ലത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഓർത്തിരിക്കുക, ഒരു ട്രയാങ്കിളിൽ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി അവരുടെ സൈഡ്സ് ഈ ഒരു പ്രപ്പോർഷനിലായിരിക്കും പോവുക. ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, വി നീഡ് ടു ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ആൻഡ് നമ്മുടെ ട്രയാങ്കിളിന്റെ പേരെന്താ? PQR നമ്മൾ പേര് കൊടുത്തു. അതിൽ നിങ്ങൾക്ക് 2 ആംഗിൾസ് അറിയാം, ഒരു സൈഡും അറിയാം. Then what will your next step? Yes, we will find the remaining angle by angle sum property, and that is angle P plus angle Q plus angle R equal to 180 degree. Good. Then correct, angle P plus 60 degree plus 30 degree equal to 180 degree. So what will be the next step? Angle P plus 90 degree equal to 180 degree. So angle P will be 180 degree minus 90 degree, and that is equal to 90 degree. So we got angle P as 90 degree. അപ്പം നോക്കിക്കേ, നമുക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എങ്ങനെയാ? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഫോമിലല്ലേ? സോ അവരുടെ സൈഡ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ഒരു ഫോർമാറ്റിലായിരിക്കും പോവുക. അതായത് ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ഇങ്ങനെ ആയിരിക്കും വരിക. സോ ലെറ്റ്സ് ഹിയർ ദ ട്രയാങ്കിൾ PQR ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30 degree 60 degree and 90 degree. So from the findings above, what we can say? Side opposite to 30 degree angle will be what? 1 meter, isn't it? And side opposite to 60 degree angle will be √3 meter. And that is 1.732 meter, isn't it? So the side opposite to 90 degree angle is 2 meter. Okay, അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് 2 മീറ്റർ ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി 1360 എങ്ങനെ ആയിരിക്കും? 1√3 ആ ഒരു റേഷ്യോയിലായിരിക്കും പോവുക. സോ the length of other two sides of triangle is 1 meter and 1.732 meter. Okay, so we find out the answer. Okay, note one thing, that in a triangle of angles 30 degree, 60 degree and 90 degree, the sides opposite to these will be in the ratio 1:√3:2. നമ്മൾ ഒത്തിരി കണക്കിൽ ഉപയോഗിക്കും, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മനസ്സിൽ വെക്കുക. And this is the homework question. All of you write it down and do it by yourself. In this class, we have done some problems related to the concept
of root 2 and root 3 which we have studied in the previous class. So go through the problems once again, do the homework question, and we will discuss the answers in the next class. Thank you and have a nice day.